ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ നക്ഷത്ര ടാരോ. ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ലോ ഫീൽ ചെയ്യുകയാണ്. മീൻസ് നിങ്ങളെ കൊണ്ട് ഇപ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും നിങ്ങളിപ്പോൾ ഭയങ്കര ഒരു ലൈറ്റ് ഫീലിംഗ് അല്ല, ഒരു എന്തൊക്കെയോ മനസ്സിന് ഭാരം മാതിരി തോന്നുകയാണ്. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷൻ എങ്ങനെ മറികടക്കണം, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ എന്താണ് നിങ്ങളെ കാണിച്ചു തരണത്, അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ചെറിയ റീഡിംഗ് ആണ്. അപ്പോൾ നോക്കാം, ആക്ച്വലി ഇപ്പം നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങളിപ്പോൾ ഫീൽ ചെയ്യുന്ന ലോ ഫീലിംഗ് ചെയ്യണത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്ന അത് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുമോ ഇല്ലേ, നിങ്ങളുടെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ, അത് നടക്കുമോ ഇല്ലയോ എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ റിലേഷൻഷിപ്പിലും നിങ്ങളുടെ എന്താ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ കുറേ സമയങ്ങൾ, അല്ലെങ്കിൽ കുറേ പൈസ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻഷ്യലായിട്ടും അല്ലെങ്കിൽ ഫിസിക്കലായിട്ടും നിങ്ങളുടെ പാർട്ട്ണറിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ആർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ചിലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്കം ഉണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം. ഞാൻ ഇവർക്ക് ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ട് ഇതെനിക്ക് ഇങ്ങനെ ഇത്രയൊക്കെ ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് കിട്ടുമോ, എനിക്കും ഇതേമാതിരി തന്നെ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. ചിലവർ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൺസീവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ശരിക്കും കുട്ടികൾ ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ. ചിലവർ, എനിക്ക് തോന്നുന്നു ചിലവർ ഈ IVF-നോ അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവർ ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ അവർക്ക് കുട്ടികളുണ്ടാവുമോ എന്നുള്ളൊക്കെ ഉള്ള ഒരു പേടിയായിരിക്കും. പക്ഷെ ഫ്രണ്ട്സ് ഇവിടെ എന്താ കാണിക്കുന്നത്, അതേമാതിരി തന്നെ പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മിസ്കാരേജസോ വല്ലതൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പേടി ഉള്ളത് മാതിരി. പക്ഷെ അതൊന്നും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഇവിടെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവുന്ന മാതിരി കാണുന്നുണ്ട്. ശരിക്കും ഒരു ആൺകുട്ടി ജനിക്കുന്ന മാതിരിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അത് നടക്കും. അത് ശരിക്കും കൺസീവ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ശരിക്കും നിങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ പോലും അത് കൺസീവ് ആവും ചെയ്യും. അത് ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൺസീവ് ആവും, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കൊരു ആൺകുട്ടിയൊക്കെ ജനിക്കുന്ന മാതിരിയൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ചിലവർ വിചാരിക്കുന്നുണ്ട് ഇവിടെ മീൻസ് നിങ്ങളുടെ ഞാൻ ചെയ്ത ജോബിലൊക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഞാൻ വിചാരിച്ച പൊസിഷനിൽ എനിക്ക് എത്തിപ്പെടുമോ, അല്ലെങ്കിൽ എനിക്ക് ഇത്ര അങ്ങനെ ഞാൻ വിചാരിച്ച മാതിരിയുള്ള പ്രൊമോഷൻ കിട്ടുമോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പുതിയ ജോബിലേക്ക് പോകാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ ജോബിലേക്ക് പോവുകയാണെങ്കിൽ കൂടിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച മാതിരിയുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത്രയ്ക്ക് നല്ല പൊസിഷൻ കിട്ടുമോ, നിങ്ങളുടെ പഠിപ്പ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് നിങ്ങളുടെ ഡിഗ്രി അനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജോബ് കിട്ടുമോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറഞ്ഞാൽ അതാണ്. നിങ്ങൾക്ക് മീൻസ് നിങ്ങൾ ഭയങ്കരമായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെയാണ് ഇവിടെ കാണുന്നത്. പക്ഷെ അപ്പോൾ നോക്കാം നമ്മൾക്ക്, മീൻസ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഇതനുസരിച്ച് ഒരു ഒരാക്കൽ കാർഡ്സ് എടുത്തിട്ട് നോക്കാം ഈ സിറ്റുവേഷൻ ഇനി എങ്ങനെയാണ് മറികടക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഇനിയും വരാൻ പോണ സിറ്റുവേഷൻ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ കൺസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാസ്റ്റിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പോകില്ല. അതൊക്കെ പോസിറ്റീവായിട്ട് തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, ജോബ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കൂടിയിട്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിലും അതൊരു പുതിയ ഇതിലേക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല ഒരു ഇതായിരിക്കും. മീൻസ് നിങ്ങൾ പോയാലും കുഴപ്പമൊന്നുമില്ല. മീൻസ് അത് നല്ല ഒരു റിസൾട്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തരാൻ പോണത്. ഓക്കെ, അതേമാതിരി തന്നെ ഇവിടെ എന്താ പറയണതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഇത്രയൊന്നും ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസൻറ്റ് മൊമെൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല ഇത്രയൊക്കെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അതേമാതിരി തന്നെ
കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യണം. നിങ്ങൾ എന്താണോ മനസ്സിലാഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ, നിങ്ങളെ മറ്റുള്ളവരെ ഏത് വിധത്തിൽ ട്രീറ്റ് ചെയ്യണോ അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരെപ്പോഴും അവരുടെ രീതിയിലേ നിങ്ങളെ ട്രീറ്റ് ചെയ്യുള്ളൂ. അവർ എങ്ങനെയാണോ നിങ്ങൾ, അവരുടെ പെർസ്പെക്റ്റീവ് എന്താണോ അതായിരിക്കേണ്ട നിങ്ങളുടേത്. നിങ്ങളുടെ എന്താണോ അത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ലൗഡ് ആൻഡ് ക്ലിയർ ആയിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കണം. അതേമാതിരി തന്നെ നിങ്ങൾ ഭയങ്കര എക്സ്പീരിയൻസും ഉണ്ട്, നിങ്ങൾക്ക് നല്ല സ്ട്രോങ്ങും ആണ്. പിന്നെ കുറേ മറ്റുള്ളവരിൽ നിന്നിട്ട് മറ്റുള്ളവരെന്താണ് പറയുന്നത്, മറ്റുള്ളവരെന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള ആൾക്കാർ നിങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത്, അതിനെപ്പറ്റി നിങ്ങൾ കൂടുതലും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി നമ്മൾക്ക് എല്ലാവരെയും ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ, എനിക്ക് തോന്നുന്നു, ഡിയറസ്റ്റ് ആൾക്കാരൊക്കെ ഉണ്ട്, അവരുടെയൊക്കെ മനസ്സിൽ ഇരിപ്പ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം എന്നുണ്ട്. പക്ഷെ അതൊക്കെ അറിഞ്ഞിട്ട് കാര്യമില്ല. അതറിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ. നിങ്ങൾക്കിപ്പോൾ വല്ല മറ്റുള്ളവരെ അല്ല, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ചിലവരോട് ചിലത് ഓപ്പൺലി പറയേണ്ടി വരും. അപ്പോൾ അത് പറയുക. അത് നിങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾ മീൻസ് അവരെ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾ ബിഹേവ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾ ഡിപ്ലോമാറ്റിക്കലി ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷൻസ് നിങ്ങൾ ഡിപ്ലോമാറ്റിക്കലി ഹാൻഡിൽ ചെയ്യുക. ആര് നിങ്ങളുടെ മേലെ എന്ത് ചെയ്താലും അല്ലെങ്കിൽ നിങ്ങളെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളതൊന്നും ഇത്രയ്ക്കൊന്നും സീരിയസ് ആയി എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നോക്കാം എന്താണ് ഡിവൈൻ അല്ലെങ്കിൽ ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്, അല്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ കുറച്ചൊരു സന്തോഷമായിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഓക്കെ, ആക്ച്വലി എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഴിവിനെ പ്രകടിപ്പിക്കാനാണ് പറയണത്. ഓക്കെ, അതേമാതിരി തന്നെ നിങ്ങളെന്തായിരുന്നോ, മീൻസ് മറ്റുള്ളവർ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ എന്തായിരുന്നോ അതൊക്കെ നിങ്ങൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കഴിവിനെ പ്രകടിപ്പിക്കാൻ നോക്കൂ. നിങ്ങളുടെ കഴിവ് എന്താണ് എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കും. നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണ്. ബൈ ചാൻസ് ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്തു നോക്കി, അത് ശരിയായിട്ടില്ല പറഞ്ഞാൽ ഓക്കെ, അത് വിടേണ്ട ആവശ്യമില്ല എന്ന്. പിന്നെ നോക്കൂ എന്തുകൊണ്ട് അത് ഫെയിലറായി, അപ്പം പിന്നെയും ചെയ്യാൻ നോക്കൂ. അപ്പം നിങ്ങളുടെ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്തോളൂ. അതിന് മീൻസ് അതിനുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ട്. അത് പക്ഷെ പേടി പാടില്ല. മീൻസ് ഒരു ശങ്ക, മീൻസ് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ കൊണ്ടുവരണം. അത് അവനവനെ നിങ്ങൾ ഒരിക്കലും മീൻസ് ഇതാക്കരുത്, മീൻസ് സംശയിക്കരുത് നിങ്ങൾ. ഓക്കെ, അതേമാതിരി തന്നെ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതൽ ഇതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഇൻറ്റ്യൂഷനെ നിങ്ങൾ ഫോളോ ചെയ്യൂ. അതേമാതിരി തന്നെ നിങ്ങൾ വിശ്വസിക്കൂ, അവനവനെ കുറേ വിശ്വസിക്കൂ. നിങ്ങൾ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ഉള്ള ആൾക്കാരാണ്, നിങ്ങളുടെ കഴിവുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ കഴിവിനെ നിങ്ങൾ പ്രകടിപ്പിക്കാൻ നോക്കൂ. ആ കഴിവ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യൂ, അതിലേക്ക് ആക്ഷൻ എടുക്കൂ. ആക്ഷൻ എടുത്താലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഔട്ട്കം എന്താണെന്ന് അറിയുള്ളൂ. നിങ്ങൾ ആക്ഷൻ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങളിപ്പം മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ പാസ്റ്റിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾ ചെയ്തതിൻ്റെ ഹാർഡ് വർക്കിൻ്റെ ഇത് പെട്ടെന്ന് നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് വന്നു, അതിൻ്റെ പോസിറ്റീവ് റിസൾട്ടാണെന്ന് പറഞ്ഞാൽ അത് കുറേ പേര് ലക്കായിരിക്കും. ചിലവരുടെ ഹാർഡ് വർക്ക് ചെയ്താലേ നമ്മൾക്ക് അത് കിട്ടുള്ളൂ ആയിരിക്കും. ചിലവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും. അപ്പം നിങ്ങളുടെ എന്തൊക്കെയാണെങ്കിലും ശരി ആ കഴിവിനെ പ്രകടിപ്പിക്കാൻ നോക്കൂ. അതേമാതിരി തന്നെ നിങ്ങളെ മനസ്സിലാക്കും. മീൻസ് ആദ്യം നിങ്ങളെന്താണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഭയങ്കര ഐ ആം പവർഫുൾ ഇപ്പം നിങ്ങൾ പൈസയ്ക്കൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ കൺസീവ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഫാമിലി തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക. ഐ ആം സ്ട്രോങ്, ഐ ആം പവർഫുൾ, ഐ ആം മണി മാഗ്നറ്റ്. എന്താണ് അഫർമേഷൻസ്, പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യൂ. അത് കണ്ണാടി നോക്കിയിട്ട് പറയില്ല, ഇങ്ങനെ കണ്ണാടി നോക്കിയിട്ട് സ്വയം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു സ്ട്രെങ്ത് കിട്ടും. അല്ലെങ്കിൽ അത് മറ്റുള്ളവർ നമ്മളെന്ത് പറയണോ അത് നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. ഓക്കെ,
സോ നമുക്ക് നോക്കാം ഇത് എപ്പോഴാണ് പെട്ടെന്നൊക്കെ നടക്കുമോ ഇല്ലേ എന്ന് നോക്കാം. ഓക്കെ, അത് എപ്പോഴാണ് നിങ്ങൾ മീൻസ് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നടക്കില്ലേ എന്നുള്ളതൊക്കെ നോക്കാം. ഓക്കെ, എന്താണ് ഏഞ്ചൽസ് തരണ ഒരു മെസ്സേജ് എന്ന് നോക്കാം. ഓക്കെ, കണ്ടോ, ഇൻറ്റ്യൂഷൻ. നിങ്ങൾക്ക് ഭയങ്കര പവർഫുൾ ആൾക്കാരാണ്. നിങ്ങൾ എന്താണോ ഡിസിഷൻ എടുക്കണം, ഇറ്റ്സ് അപ് ടു യു. പീസ്ഫുൾ റിസൊല്യൂഷൻ. നിങ്ങളിപ്പോൾ ആഗ്രഹിക്കണ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നടക്കില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് നിങ്ങൾക്ക് വല്ലതും ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അത് ശരിയാവോ ഇല്ലേ. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ലൗഡ് ആൻഡ് ക്ലിയർ ആയിരിക്കണം. നിങ്ങളുടെ മനസ്സിൽ എന്താണോ അത് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയണത്, എവിടെ പറയണം, എങ്ങനെ പറയണം, ആരുടെ അടുത്ത് പറയണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ ഉണ്ട്. ആ ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യൂ. നിങ്ങൾ ഭയങ്കര പവർഫുൾ ആൾക്കാരാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ ശരിക്കും പറഞ്ഞാൽ അതൊരു കഴിവായിട്ടാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ കുറേ കാര്യങ്ങൾ ഡിപ്ലോമാറ്റിക്കലി ചെയ്യണം. ആരോട് എന്താ സംസാരിക്കണം എന്നുള്ളത്. ആക്ച്വലി നിങ്ങളുടെ ഇവിടെ ഇതിൽ ത്രോട്ട് ചക്ര കുറച്ച് ഇത് മീൻസ് അതിന് നിങ്ങൾക്ക് അതൊക്കെ ഈ 7 ചക്ര അതിനെപ്പറ്റി അറിയുകയാണെങ്കിൽ നിങ്ങൾ ഈ ത്രോട്ട് ചക്രയ്ക്ക് വേണ്ടിയിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടല്ലോ മറ്റുള്ളവരെ, അത് ശരിക്കും പറഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ തുടങ്ങും. അതിനുള്ള സാമർഥ്യമൊക്കെ നിങ്ങൾക്കുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. എന്നാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ലോ ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി കുറച്ചൊരു പോസിറ്റീവ് ആവാം. നിങ്ങൾ കുറച്ചൊരു ഉഷാറായി ജീവിതത്തിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു എനർജി, ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ അടുത്തേക്ക് വരും. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഇതൊരു ചെറിയ റീഡിംഗ് ആണ്. അപ്പോൾ ഇത് ആർക്കൊക്കെ റെസൊനേറ്റ് ചെയ്യുന്ന അവരൊക്കെ പോസിറ്റീവ് എടുക്കുക, അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.